ഒരുത്തൻ നിന്റെയൊക്കെ കൺവെട്ടത്തുനിന്ന് ചാടിപ്പോയിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ അയാളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീയൊക്കെ വേറെ വല്ല ജോലിക്കും പോകുന്നതാ നല്ലത്. നീയൊക്കെ ചോദിക്കുന്ന പൈസ തന്നിട്ടല്ലേ നിന്നെയൊക്കെ ഞാൻ തീറ്റിപ്പോറ്റുന്നത്. അയാൾ എവിടെയാണെന്ന് വെച്ചാ പിടിച്ചെന്റെ മുന്നിൽ കൊണ്ടുവന്നോണം. അച്ഛാ, അച്ഛനെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. നീ ആരെയോ പിടിച്ചോണ്ട് വരാനൊക്കെ പറയുന്നത് കേട്ടു. അത് 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 വേറൊന്നുമില്ല. നമ്മുടെ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്തൊരുത്താൻ മുങ്ങിയിട്ട് കുറെ നാളായി. ഇന്നലെ നമ്മുടെ ആളുടെ കയ്യിൽ കിട്ടിയതാ, പക്ഷെ രക്ഷപ്പെട്ടു കളഞ്ഞു. അവനെ പിടിച്ചോണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞു. വല്ല പാവപ്പെട്ടവരുവാണെങ്കിൽ ഉപദ്രവമൊന്നും വേണ്ട, സാവകാശം കൊടുത്താ മതി. ആ ശരി അച്ഛാ. അച്ഛാ, അച്ഛനെന്താ ഇത്ര ഗൗരവത്തില്? സച്ചിയോടെ? സച്ചി ഇന്നലെ അർച്ചനയുടെ വീട്ടിലേക്ക് പോയി. ആ, ഇന്ന് രാവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവനെ ഏൽപ്പിച്ചിരുന്ന. വല്ലപ്പോഴും അല്ലേ അച്ഛാ അവള് വീട്ടിലേക്ക് പോകുന്നേ. അവര് പതുക്കെ വരട്ടെ. അവൻ അർച്ചനയുടെ വീട്ടിൽ പോകുന്നത്, അവിടെ താമസിക്കുന്നതൊക്കെ എനിക്ക് സന്തോഷം തന്നെയാ. അത് പക്ഷേ സ്വന്തം ഉത്തരവാദിത്വം മറന്നുകൊണ്ടാവരുതെന്ന് മാത്രം. ഞാൻ അവനെ വിളിച്ചു പറയാച്ചാ. പിന്നെ നീ കുറെ ജോലിയൊക്കെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. എന്നിട്ട് സന്ദീപിന്റെ അനക്കയുടെയും വിവാഹ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇനി അധികം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാ എന്റെ അഭിപ്രായം. തിരക്കിനിടയില് ഞാനത് മറന്നിട്ടില്ല അച്ഛാ. അനക്കയുടെ ഭാഗത്തുനിന്ന് ഞാൻ മാത്രല്ലേ ഉള്ളൂ. എല്ലാം ശരിയാക്കാം. അതാ എനിക്ക് സങ്കടം. നീ ഒറ്റയ്ക്കെല്ലാം കൂടി. നന്ദനില്ലാത്തതിന്റെ കുറവ് ഇത്തരം സാഹചര്യങ്ങളിലാണ് ബോധ്യമാവുന്നത്. അവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വലിയ സഹായമാകുമായിരുന്നു. ഈ വീട്ടിൽ ഇങ്ങനൊരു മംഗളകർമ്മം നടക്കുമ്പോൾ അവന്റെ അഭാവം മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. അവനെ ആരൊക്കെയോ ഒരു സ്ഥലത്തൂടെ ഓടിക്കുന്നതായിട്ട്. എന്റെ മുന്നിലേക്ക് അവൻ ഓടി വരുന്നതിന് ദൃശ്യം മനസ്സിൽ നിന്ന് മായുന്നില്ല. അവന്റെ രൂപം തന്നെ മാറിപ്പോയിരിക്കുന്നു. എവിടുന്നോ രക്ഷപ്പെട്ട് ഓടുന്ന പോലെ. പുലർകാലത്തിൽ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പറയുന്നത്? അങ്ങനെ ഫലിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ നന്ദൻ ഉടനെ എന്റെ മുന്നിലേക്ക് വരും. സന്ദീപിന്റെ അനക്കയുടെയും വിവാഹത്തിന് മുമ്പ് അവൻ എത്തണമെന്ന എന്റെ പ്രാർത്ഥന. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമായിരിക്കും. നന്ദന്റെ കാര്യം പറഞ്ഞ് ഞാൻ മോളെ വിഷമിപ്പിച്ചോ? ഇല്ലച്ചാ, എന്റെയും പ്രാർത്ഥന അതാ. കാണാതായ നന്ദേട്ടനെ എത്രയും പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന്. എന്നിട്ടെനിക്ക് ചോദിക്കണം, എന്നെ പറ്റിച്ചിട്ട് എവിടേക്ക് ഓടി മറിഞ്ഞെന്ന്. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്താടി, എന്താ ഒരു ഒളിച്ചുകളി? അത് എനിക്കല്ല നിന്നെ കാണേണ്ട അത്യാവശ്യം. പിന്നെ
ആതിരെ, നീ ആദ്യം സന്ദീപിന് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്ക് ആരോടൊന്നും പറയാനുമില്ല, കേൾക്കാനുമില്ല. നിന്നോട് ആരാ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാനും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനും? ഞാനൊന്ന് പറയട്ടെ. നീ എന്നെ വിട്. വിടാനല്ലേ പറഞ്ഞേ? ആതിരെ, നീ ഇങ്ങനെയൊക്കെ കാണിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് കൂടി പറയും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും നിന്നെ ശല്യം ചെയ്യില്ല. സന്ദീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ തെറ്റ് ചെയ്തത്. അറിയിക്കാത്തത് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇപ്പൊ അത് തെറ്റാണെന്ന് ബോധ്യമായപ്പോ ഞാനായിട്ട് തന്നെ തിരുത്തുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലേ അച്ഛന്റെ തീരുമാനമാണ്, എനിക്കതിൽ ഒരു പങ്കുമില്ലെന്ന്. ശരി, ഞാനൊരു കാര്യം ഇനി അങ്ങോട്ട് ചോദിക്കട്ടെ. അനക്കയ്ക്ക് സന്ദീപിനെ ഇഷ്ടമില്ലായിരുന്നോ? അതും നിനക്കറിയായിരുന്നു. എന്നിട്ടും നീ അത് ആരോടും പറഞ്ഞില്ല. അനക്കയും ആതിരയും മത്സരിച്ച അതിലാരാവും ജയിക്കുന്നുള്ളത് സംശയമില്ലാത്ത കാര്യ. അത് പ്രേമത്തിലായാലും അതെ, മറ്റെന്തിലായാലും അതെ. സ്നേഹത്തിന് വേണ്ടി മത്സരിക്കാനും യാചിക്കാനും എന്നെ കൊണ്ട് വയ്യ. സന്ദീപ് ഇത്രയും വിഷമിക്കാനും മാത്രം കുറെ വർഷങ്ങളുടെ ബന്ധമൊന്നുമില്ലല്ലോ നമ്മൾ തമ്മിൽ. എത്ര വലിയ വിഷമമെന്ന് പറഞ്ഞാലും ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ എല്ലാം പഴയപടിയാവും. ഒരു യാത്ര പരച്ചലിന് പോലും ഞാൻ നിന്റെ മുന്നിലേക്ക് വരാതിരുന്നത് നമ്മുടെ ബന്ധം മനോഹരമായി തന്നെ പിരിയണമെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട്. പിരിയേണ്ട ഒരു ബന്ധം സന്ദീപൻ നമ്മുടേത്. അതുകൊണ്ട് തുടക്കത്തിൽ ഇതിന് പ്രശ്നങ്ങൾ മാത്രമായിരുന്നത്. പ്രണയത്തിന്റെ അന്ധതയിൽ നമ്മളത് കാണാൻ ശ്രമിച്ചില്ലെന്നേ ഉള്ളൂ. ഇങ്ങനൊരു കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു ദിവസം സന്ദീപിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളാ ഞാൻ, ഒരു അനുവാദം പോലും ചോദിക്കാതെ. പോകുന്നതും അങ്ങനെ തന്നെ ആവണമെന്നുണ്ടായിരുന്നു. വന്നതും പോയതും ചില നിമിഷങ്ങളുടെ മാത്രം ദൂരത്താണ്. സന്ദീപിനും അനഘയ്ക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവും. മതി. സന്ദീപിനും അനഘയ്ക്കും നല്ലൊരു ജീവിതം കിട്ടുമോ ഇല്ലയോ എന്നത് നിന്റെ വിഷയമല്ല. നിനക്ക് സന്ദീപിനെ വേണ്ടെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യം നീ തിരക്കണ്ട. സന്ദീപിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അപ്പൊ സന്ദീപ് പറഞ്ഞു ആതിര ഒരിക്കലും നിന്നെ തള്ളി പറയില്ലെന്ന്. ഇപ്പൊ അവളുടെ നാവിൽ നിന്ന് തന്നെ കേട്ടല്ലോ. ഇപ്പൊ തൃപ്തിയായോ? ഞാൻ നിന്റെ കൂട്ടുകാരിയാ. നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്നോടൊപ്പം നിൽക്കേണ്ടത്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. നീ ഈ രീതിയിൽ സന്ദീപിനെ പറ്റിക്കണ്ടായിരുന്നു. നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സന്ദീപ്. എന്ത് കാരണം കൊണ്ടായാലും ആരോടും ഇങ്ങനെയൊന്നും കാണിക്കരുത് ആതിരെ. ഈശ്വരൻ പൊറുക്കില്ല. ഞാൻ കൊല്ലുംന്ന് പറഞ്ഞത് നിന്നെയല്ല, നിന്റെ ചേച്ചിയെ. അതാ ഞാൻ പറഞ്ഞത് സന്ദീപിനെ നീ മറന്നു കളഞ്ഞേക്കാൻ. വെറുതെ എന്തിനാ നിന്റെ പ്രേമത്തിന് അർച്ചനെ നീ രക്തസാക്ഷിയാക്കുന്നത്? സ്മിത, മതി. താൻ എന്ത് പറഞ്ഞാലും ആതിരയ്ക്ക് ഇത് മനസ്സിലാൻ പോകുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരനെ സാക്ഷി നിർത്തിയാ ഞാൻ പറയുന്നത്. ഇനി മനഃപൂർവ്വം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ ഞാൻ മാറി തന്നേക്കാം. പക്ഷെ എന്റെ മുഖത്ത് നോക്കി ആതിര പറയണം സന്ദീപിനെ വേണ്ടെന്ന്. പറയാൻ പറ്റുമോ ആതിരയ്ക്ക്?
ഓർമ്മകൾ നമുക്ക് തന്നെ ബാധ്യതയാവരുത്. എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി. ഇനി ഞാൻ പോകുമ്പോ എന്നെ പുറകിന്ന് വിളിക്കരുത്. ഞാൻ തിരിഞ്ഞു നോക്കിന്ന് വരില്ല. എനിക്കുറപ്പുണ്ട് അയാള് നമ്മുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മുടെ കണ്ണിൽ പെടാതെ നമ്മുടെ നീക്കങ്ങളും അയാൾ അറിയുന്നുണ്ടാവും. നന്ദൻ, അയാൾ അപകടം വരുത്തും. അപകടം നിറഞ്ഞ വഴിയിലേക്ക് എന്നെ നയിക്കും. അയാളെ അധിക സമയം അലയാൻ അനുവദിക്കരുത്. ഇത്രയും നാളും പുറം ലോകം കാണാതെ പീഡിപ്പിച്ചതിന്റെ സകല അമർഷവും അയാൾക്കുണ്ടാവും. എന്റെ മുന്നിലേക്ക് അവൻ ഓടി വരുന്നതിന് ദൃശ്യം മനസ്സിൽ നിന്ന് മായുന്നില്ല. അവന്റെ രൂപം തന്നെ മാറിപ്പോയിരിക്കുന്നു. സേതുമാധവൻ കണ്ട പുലർക്കാല സ്വപ്നം വെറുതെ ആവില്ല എന്തായാലും. മൂത്ത മകൻ തിരിച്ചു വരണം എന്നുള്ള അയാളുടെ പ്രാർത്ഥനകളിൽ 33 ദൈവങ്ങളിൽ ഒരാൾക്ക് മനസ്സലിവ് തോന്നിയാൽ മതി അനർത്ഥങ്ങൾ സംഭവിക്കാൻ. നെല്ലിശ്ശേരി ഗേറ്റ് തള്ളി തുറന്ന് നന്ദൻ ആ പടി കയറി വരുന്ന രംഗം ഒരു ദുസ്വപ്നമായിട്ട് പലപ്പോഴും എന്നെ അസ്വസ്ഥയാക്കിയിട്ടുണ്ട്. ആ ദുസ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അവന്തികയ്ക്ക് മരണശിക്ഷ കുറഞ്ഞൊന്നും സേതുമാധവൻ കൽപ്പിക്കില്ല. അതിനവസാനം എന്നോണം ഒരു കൈവിട്ട കളിയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് വേദനിക്കുമ്പോ ആരായാലും ഒന്ന് പതറും. അത് മനുഷ്യനായാലും ഏത് അവതാരമായാലും. അതെ, സന്ദീപിന് കഴിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെ തോന്നുമ്പോ കഴിക്കാൻ എടുത്തു തരാൻ ഇവിടെ സന്ദീപിന്റെ പുന്നാര ഏട്ടത്തിയൊന്നുമില്ല. അവരവരുടെ വീട്ടിൽ പോയി. നിന്റെ കാര്യങ്ങൾ നോക്കാനും ചെയ്യാനും ഞാൻ മാത്രമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. എങ്കിൽ നീ പൊയ്ക്കോ. എനിക്ക് ഭക്ഷണം വേണമെന്നില്ല. അത് വിശപ്പില്ലാഞ്ഞിട്ടോ അതോ വിശപ്പ് മാറ്റാനുള്ള ആൾ ഇവിടെ ഇല്ലാഞ്ഞിട്ടോ? അനക്കെ ചുമ്മാ എന്റെ മെക്കിട്ട് കറന്ന് പോവാൻ നോക്ക്. എന്റെ ഒരു കാര്യത്തിനും ഇടപെടണ്ട. ഇത് കുറേയായി ഞാൻ പറയുന്നു. പിന്നെ സന്ദീപിന്റെ കാര്യത്തിൽ ആരിടപെടണം? എന്റെ കാര്യത്തിലാ സന്ദീപ് താലി കെട്ടാൻ പോകുന്നത്. ഞാൻ ആ സന്ദീപിന്റെ ഭാര്യയാകാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കാൻ പോകുന്നത്. അത് നീ മാത്രം ഒറ്റയ്ക്കെങ്കിൽ വിചാരിച്ചാൽ മതിയോ? എന്നോടൊപ്പം ആര് ജീവിക്കണം തീരുമാനിക്കുന്ന ഞാനാ, മറ്റുള്ളവരല്ല. അതെ, ചില സമയത്ത് നിന്റെ വർത്താനം കേട്ടാ തോന്നും നീ എന്തോ വലിയ സംഭവമാണെന്ന്. നിന്റെ എന്തോ മഹത്വം കണ്ടിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന്. ഈ നാട്ടിൽ വേറെ ആമ്പിള്ളേരില്ലാത്തോണ്ടല്ല ഇഷ്ടവും പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത്. ഓർമ്മ വെച്ച കാലം മുതല് നീ എങ്ങനെയോ എന്റെ മനസ്സിൽ കയറിപ്പോയി. അതിന് ഞാനായിട്ട് തന്നെ സ്വപ്നം കണ്ട് വളർത്തി വലുതാക്കി പിന്നീട് അത് മറക്കാൻ പറ്റാതായി. അതുകൊണ്ടാ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മനഃപൂർവ്വമായി അത് ക്ഷമിക്കുന്നത്. എന്നെ വേണ്ടാത്തവരെ എനിക്ക് വേണ്ട എന്നുള്ള എന്റെ സ്ഥിരം പോളിസി ഞാൻ ഇവിടെ കാണിക്കാത്തത് അത്രയും സ്നേഹം എനിക്ക് നിന്നോടുള്ളതുകൊണ്ടാ. അല്ലാതെ നിന്റെ ഈ 5.5 അടി പൊക്കത്തിലും 35 ഇഞ്ച് ഷോൾഡർ വിരിവും കണ്ട് വൃന്ദാവനത്തിലെ ആതിരയെ പോലെ മയങ്ങി വിടതല്ല ഞാൻ. അതുകൊണ്ട് നീ വലിയ കാമദേവനാണെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടെങ്കിൽ അത് നീ അങ്ങ് കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞില്ലേ, കണ്ടും മിണ്ടിയും അടുത്തറിഞ്ഞും ഇപ്പോഴും ഞാനങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അതിനെ മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിനക്കിഷ്ടല്ലെങ്കിൽ വേണ്ട, പെട്ടെന്ന് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വലിയ നിർബന്ധമില്ല. പക്ഷെ എന്നെ കാണുമ്പോഴൊക്കെ ഇതുപോലെ അവഗണിച്ചിട്ട് മറ്റവളുടെ പുറകെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഞാൻ അടുത്ത് വരുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ആ
ആതിര വന്ന് മുന്നിൽ നിന്നാലേ നിന്റെ മുഖം തെളിയുള്ളോ? ലോകത്ത് വേറെ ആർക്കും ഇല്ലാത്തൊരു ദിവ്യപ്രേമം. നീ പറയുന്നൊക്കെ വെറുതെയാണ്. നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഈ ജന്മത്തിൽ നിനക്ക് എന്നെ മനസ്സിലാക്കാനും പറ്റില്ല. ആഹാ, ഇതൊക്കെ എന്റെ ഡയലോഗ് ആണല്ലോ. അത് നീ എന്തിനാ പറയുന്നേ? നിനക്കെന്നെ ഇഷ്ടമല്ല, വാശിയാണ്. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് കിട്ടണമെന്ന് വാശി. അതെ, വാശിയാണ്. നീ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ. ഈ ഇഷ്ടവും വാശിയും ഒരുമിച്ച് ഒരാളിൽ ഉണ്ടായാലുള്ള ഭവിഷ്യത്തുകൾ എന്തൊക്കെയാന്ന് സന്ദീപിന് അറിയോ? ആ ഇഷ്ടം നേടാൻ വാശിയുമായി ഏതറ്റം വരെയും അയാൾ പോകും. ഏതറ്റം വരെയും. സച്ചേട്ടൻ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? മനസ്സിനെന്തോ നല്ല സുഖം കിട്ടുന്നില്ല. അത് മനസ്സിന്റെ ആവില്ല, ശീലങ്ങളുടെ ആവും. ശരിക്ക് താഴെ വീഴാത്ത വാതില്, കാറ്റിനേക്കാൾ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന ഫാൻ, ഇതൊക്കെ സച്ചേട്ടന് ശീലമില്ലാത്തല്ലേ? അതൊന്നുമല്ല അർച്ചന, ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുക. ഇവിടേക്ക് എപ്പോ വന്നാലും എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. അത് ഈ വീടിന്റെ സുഖസൗകര്യങ്ങളുടെ കാര്യമല്ല. അർച്ചനയുടെ വീട്ടുകാർ തരുന്ന സ്നേഹവും പരിഗണനയും കാണുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. മനസ്സിലായി സച്ചേട്ടന് മനസ്സിലെന്താന്ന്. എല്ലാവരുടെ സ്നേഹത്തിലും തളയ്ക്കപ്പെട്ട് അവസാനം ഊരിപ്പോരാൻ പറ്റാതെ ആവുമെന്നുള്ള ഭയമില്ലേ സച്ചേട്ടന്? ഈ പ്രശ്നം എനിക്കുണ്ട് സച്ചേട്ടാ. അവിടുത്തെ അച്ഛൻ, സന്ദീപ്, സ്നേഹ, അവരൊക്കെ എന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ പേടിയാ എനിക്ക്. എല്ലാം എല്ലാവരും അറിയുന്ന ദിവസം അവരുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും ഓർത്തിട്ട്. നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് നമുക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാ മനസ്സിൽ കുറ്റബോധം തോന്നുന്നത്. കുറെ പാവ മനുഷ്യരെല്ലാം നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ടാ നമ്മളെ സംശയിക്കാത്തത്. ഒരിക്കലും ഈ വീടിന്റെ നടയില് ഇങ്ങനെ നിൽക്കുമെന്ന് കരുതിയതല്ല. തന്നോട് ഇത്ര അടുപ്പമുണ്ടാവുമെന്ന് കരുതിയില്ല. എന്നെക്കൊണ്ട് ഏതോ ശക്തിയെല്ലാം ചെയ്യിക്കുന്ന പോലെ തോന്നുന്നു ചില സമയത്ത്. താനെന്ന് പറഞ്ഞ തന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരുന്നില്ലേ? എന്റെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ സച്ചേട്ടന് മനസ്സിലാവുന്ന ഒന്നല്ല, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതുമല്ല. പക്ഷേ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് ഈശ്വരൻ എനിക്കത് സാധിച്ചു തരും. അന്ന് അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും തന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു തുടങ്ങിയ ലക്ഷണോ. അർച്ചന ശരിക്കും സച്ചിയുടെ ഭാര്യ ആകേണ്ടവളായിരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും കുടുംബത്തില് തന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളുടെ ഭാര്യയായി ചെന്ന് കയറിയിരുന്നെങ്കിൽ താൻ അത്ര സന്തോഷത്തോടെ ജീവിക്കേണ്ടതായിരുന്നു. ഇതിപ്പോ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും തനിക്ക് ഒരു സന്തോഷം തരാനാവാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു. ഒരു പരാതിയും പറയാതെ താൻ എനിക്കൊപ്പം ജീവിക്കുന്നു. ഇതൊക്കെ സച്ചേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നറിയുന്ന തന്നെ എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം. രണ്ടുപേരുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ കയറി വന്ന അവിടെ തീരെ സച്ചേട്ടാ സ്നേഹവും വിശ്വാസവും എല്ലാം. അത് സ്നേഹബന്ധമായാലും ഭാര്യ ഭർത്തൃബന്ധമായാലും അങ്ങനെ തന്നെയാ. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാവുന്നത് എപ്പോഴാണെന്നറിയോ സച്ചേട്ടന്? അവളോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും പരിഗണനയും മറ്റൊരാൾ കൂടി ഭർത്താവ് കൊടുക്കുന്നു എന്നറിയുമ്പോഴാ. നമ്മളോടുള്ള സ്നേഹം പോലെ, തലോടുന്ന പോലെ, ചേർത്ത് പിടിക്കുന്ന പോലെ, അങ്ങനെ നമ്മുടെ സ്വകാര്യങ്ങൾ മറ്റൊരാൾ കൂടി പങ്കുവയ്ക്കപ്പെടുന്നത് ഒരാൾക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മുടെ ആദ്യരാത്രിയിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെന്നും എൻ്റെ ജീവിതം അയാൾക്ക് വേണ്ടിയാണെന്ന് ഞാനാണ് പറഞ്ഞതെങ്കിൽ സച്ചേട്ടൻ എന്ത് കരുതുമായിരുന്നു? അത് മനസ്സിലാക്കിയാൽ മതി എന്നെ സച്ചേട്ടന് മനസ്സിലാവാൻ. തൊട്ടടുത്തുണ്ടായിട്ടും
ഭർത്താവിന്റെ സ്നേഹം കിട്ടാനോ ഭാര്യയുടെ സ്നേഹം പ്രകടിപ്പിക്കാനോ പറ്റാതെ പോകുന്നത് അവളുടെ മരണത്തിന് തുല്യ. ഇതൊന്നും ഞാൻ ആലോചിച്ച് വിഷമിക്കാത്തത് അറിയാതെ പോലും എന്റെ കണ്ണീരിന്റെ ശാപം സച്ചേന്റെ മേൽ വീഴാതിരിക്കാനാ.